CPM-ന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ എന്ന് നോക്കാം. 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചേക്കുമെന്നുള്ള ഇലക്ഷൻ ബ്രേക്കിംഗ് വാർത്തയാണ് ലേപി സജീന്ദ്രൻ പങ്കുവയ്ക്കുന്നത്. ആലുവയിൽ AG റിയാസിനും തൃക്കാക്കരയിൽ റോൺ സെബാസ്റ്റ്യനുമാണ് സാധ്യത. എറണാകുളത്ത് സോഹൻ സീനുലാലിനെയും പരിഗണിക്കുന്നുണ്ട്. ലേപി സജീന്ദ്രൻ ചേരുന്നു. ലേപി, ഈ 3 മണ്ഡലങ്ങളിൽ എന്തുകൊണ്ട് സ്വതന്ത്രരിലേക്ക് എത്തുകയാണ് CPI? വിനീത, എറണാകുളം ജില്ലയിൽ UDF-ന് ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ള, ഏറ്റവും വലിയ മുന്നേറ്റം UDF കാഴ്ചവെക്കുന്ന 3 മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ സ്വതന്ത്രരെ ഇറക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നത്. ഈ 3 മണ്ഡലങ്ങളിലും അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ CPM-ന് കണ്ടെത്താനായിട്ടുമില്ല എന്നതും ഒരു കാരണം തന്നെയാണ്. ആലുവയിലേക്ക് വരുമ്പോൾ AJ റിയാസ, ഇവർ 3 പേരുടെ കാര്യം പറയുമ്പോഴും 3 പേരും പഴയ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളാണ്, SFI നേതാക്കളാണ്. ആലുവയിൽ AJ റിയാസ, തൃക്കാക്കരയിൽ റോൺ ബാസ്റ്റിൻ, എറണാകുളത്ത് സോഹൻ സീനുലാൽ. ഇവർ 3 പേരും പഴയകാല SFI നേതാക്കളാണെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അതിനുശേഷം മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി മറ്റ് വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. AJ റിയാസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റാണ്. തൃക്കാക്കരയിലേക്ക് വരുമ്പോൾ റോൺ ബാസ്റ്റിൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന്റെ മകനാണ്. പഴയ മഹാരാജാസിലെ SFI നേതാവാണ്. അതുകൂടാതെ ഗവൺമെന്റ് ലീഡറുമാണ്. ഇപ്പോൾ ഇതിനകത്ത് ഒരു ആവർത്തനവുമുണ്ട്, ഒരു യാദൃശ്ചികതയുമുണ്ട്. കാരണം 2011 തൃക്കാക്കര മണ്ഡലം രൂപീകരിച്ചത്. അതിനുശേഷം അന്ന് ഒരു തവണ മാത്രമാണ് പാർട്ടി ചിഹ്നത്തിൽ ഹസൈനാർ മത്സരിച്ചത്. അതിനുശേഷം 2016 ഡോക്ടർ സെബാസ്റ്റ്യൻ പോളാണ് ഇവിടെ സ്വതന്ത്രനായി മത്സരിച്ചത്. 10 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ അവിടെ സ്വതന്ത്രനായി മത്സരിക്കാൻ ഒരുങ്ങുന്നു. അതിനുള്ളൊരു സാധ്യത തെളിയുന്നു എന്നതാണ് ഒരു യാദൃശ്ചികത. എറണാകുളത്തെ കാര്യവും ഇത് തന്നെയാണ്. നേരത്തെ എറണാകുളം ഉപതെരഞ്ഞെടുപ്പിൽ ഡൊമിനിക് പ്രസന്റേഷനോട് മത്സരിച്ച PN സീനുലാലിന്റെ മകനാണ് സോഹൻ സീനുലാൽ. സോഹൻ സീനുലാൽ ഇപ്പോൾ പ്രമുഖ സംവിധായകൻ കൂടിയാണ്. സോഹനെയും ഇവിടെ പരിഗണിക്കുന്നുണ്ട്. ഈ 3 മണ്ഡലത്തിലെയും കാര്യം പറയുമ്പോൾ ആലുവയിലെ കാര്യം, ആലുവ 2011 അൻവർ സാദത്ത് വിജയിച്ചു കയറിയത് മുതൽ വലിയ ഭൂരിപക്ഷത്തിൽ ആ മണ്ഡലം കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ 3 മണ്ഡലവും UDF-ന് വലിയ മേൽക്കൈയുള്ള സ്ഥലങ്ങൾ എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് ഇവിടെ പുതിയ പരീക്ഷണത്തിന് ഇപ്പോൾ CPM മുതിർന്നിരിക്കുന്നത്. വിനിത, ശരി. അപ്പോൾ 3 ഇടങ്ങളിൽ സ്വതന്ത്രരെ പരിഗണിക്കുകയാണ്. ആലുവയിൽ AJ റിയാസ്, തൃക്കാക്കരയിൽ റോൺ, എറണാകുളത്ത് പ്രമുഖ സംവിധായകൻ സോഹൻ സീനുലാൽ എന്നിവരെയാണ് പരിഗണിക്കുന്നതെന്നാണ് ലേപി സജീന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത്.